ഹായ് നമസ്കാരം. നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 8ന്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ് പ്രൊമോ ആയിട്ട് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സീസൺ 8ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ സീസണിലെ ഒരു സാധാരണക്കാരനായി വന്ന നമ്മുടെ അനീഷ് വലിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഒരുപാട് ജനപ്രീതിയൊക്കെ നേടി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം ഒരുപാട് സാധാരണക്കാരെ ബിഗ് ബോസിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിട്ടാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 വരുന്നത്. ആ പ്രൊമോയിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു. അത് ലാലേട്ടനും ഒരു സാധാരണക്കാരനായിരുന്നു. അതുപോലെ തന്നെ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ, അവർക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു വേദി ഒരുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ബിഗ് ബോസ് സീസൺ 8 ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റിയാലിറ്റി ഷോ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ബിഗ് ബോസിന് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഷോ നടത്തി, ഒരു റിയാലിറ്റി ഷോ പോലെ ഒരു ഷോ നടത്തിയിട്ട് അതിൽ നിന്നും വിജയിക്കുന്ന ആളുകൾക്കാണ് ബിഗ് ബോസിൽ എത്താൻ അവസരം ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്ഡേറ്റ്സ് ആണെന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം സീസൺ 8നായിട്ട്. ഇനി നമുക്ക് ബിഗ് ബോസിന്റെ ഒരു ചരിത്രം നമുക്ക് സംസാരിക്കാം. ബിഗ് ബോസ് എങ്ങനെയാണ് മലയാളത്തിലേക്കടക്കം ബിഗ് ബോസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും, ബിഗ് ബോസിന്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്നുള്ളതും, എങ്ങനെയാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതായത് ജോൺ ഡി മോൾ എന്ന ഡച്ച് നിർമ്മാതാവാണ് ഈ ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഈ ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ പേര് ബിഗ് ബ്രദർ എന്നുള്ളൊരു പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടത്. ആ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്തതാണോ എന്നുള്ളത് അറിയില്ല. ഞാൻ അത് അതിന് ഇൻസ്പയർഡ് ആയിട്ട് പുതിയ ഷോ ചെയ്തിട്ടുള്ളതെന്നുള്ളത് അറിയില്ല. 1999 നെതർലാൻഡിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഷോ ടെലിവിഷനിൽ വരുന്നത്. ജോർജ് ഓർവെലി എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരന്റെ 1984 പുറത്തിറങ്ങിയ പ്രശസ്തമായ ഒരു നോവലിലെ കഥാപാത്രമായ ബിഗ് ബ്രദർ എന്ന ക്യാരക്ടറിൽ നിന്നാണ് ഈ ഒരു ബിഗ് ബ്രദറിന് ആ ഒരു പേര് സ്വീകരിക്കാനുണ്ടായ കാരണം അതിന്റെ ആ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അദൃശ്യമായി നിരീക്ഷിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ ആ ഒരു സംഭവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബിഗ് ബ്രദർ എന്ന പേര് ഈ ഒരു ഷോക്ക് സ്വീകരിക്കാനുണ്ടായ കാരണം. നെതർലാൻഡിന് പുറമെ UK, USA, ഓസ്ട്രേലിയ തുടങ്ങി 50ലധികം രാജ്യങ്ങളിലേക്ക് ഈ ഒരു ബിഗ് ബ്രദർ എന്നുള്ള പേര് തന്നെ ഈ ഒരു ഷോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യയിലേക്ക് ഈ ഒരു ഷോ എത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 2006 ഹിന്ദിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ഷോ വരുന്നത്. ഇന്ത്യയിലെ അർഷാദ് വാർസി എന്ന് പറയുന്ന നടനായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിലുള്ള ഷോയുടെ അവതാരകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അമിതാഭ് ബച്ചൻ, സൽമാൻ ഖാൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ ബിഗ് ബോസിന്റെ ആങ്കർമാരായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് ഈ ഒരു ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോക്ക് ബിഗ് ബോസ് എന്നുള്ളൊരു പേര് സ്വീകരിക്കപ്പെട്ടത്. ഈ ഷോയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയത്തിന് ശേഷം മറ്റു ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളായിട്ടുള്ള കന്നഡ, തെലുങ്ക്, തമിഴ് തുടങ്ങി നമ്മുടെ മലയാളം വരെ ഈ ഒരു ഷോ എത്തി നിൽക്കുന്നത്. മലയാളത്തിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു സമയം വരെ, ഇനിയിപ്പോൾ അടുത്ത സീസൺ പറഞ്ഞ പോലെ തന്നെ സീസൺ 8 ആരംഭിക്കാൻ പോകുന്നതാണ്. അവിടെയും നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് അവതാരകനായിട്ട് വന്നിട്ടുള്ളത്. ഇതുവരെ മലയാളത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവതാരകൻ മാറിയിട്ടില്ല. ആ ഒരു സവിശേഷത മലയാളത്തിനുണ്ട്. 2018 ജൂൺ 24 കേരളത്തിൽ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിലൂടെ നമുക്ക് ഈ ഒരു ഷോ നമ്മളിലേക്ക് എത്തുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സീസൺ 1 നമ്മളെ സാബുമോനാണ് വിജയമായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സീസൺ 2 കോവിഡിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് സീസൺ 2 നിർത്തിവെച്ചത് ഫുള്ളാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 75 ദിവസത്തോളം ഷോ ടെലികാസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് നിർത്തിവെക്കുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഡോക്ടർ രജിത് കുമാർ അന്ന് വിജയാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ളത്. പിന്നെ മൂപ്പര് പുറത്തു പോയി, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയി. അതല്ലാതെ തന്നെ ഈ കോവിഡിന്റെ ഇഷ്യൂ കാരണമാണ് മെയിനായിട്ട് ആ ഒരു പരിപാടി നിർത്തിവെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സീസൺ 3 ഇതുപോലെ തന്നെ കോവിഡിന്റെ പ്രതിസന്ധി കാരണം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിട്ടില്ല. അതിൽ പിന്നെ പ്രേക്ഷകരെ വോട്ടിങ്ങിലൂടെ മണിക്കൂട്ടനെ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ സീസൺ 3 മണിക്കൂട്ടനാണ് വിജയമായത്. സീസൺ 4 ഇതുപോലെ തന്നെ ഒരുപാട് ജനപ്രീതി കിട്ടിയ ഒരു സീസൺ ആയിരുന്നു. സീസൺ 4 എന്ന് പറയുന്നത് നമുക്ക് ഡോക്ടർ റോബിൻ അന്ന് വിജയാവുന്നൊക്കെ നമ്മളെല്ലാവരും അവസാനം റോബിന് പുറത്തു പോവുകയും ആ റോബിന്റെ ഒരു തരംഗവും കാര്യങ്ങളൊക്കെ കാരണം റോബിന്റെ ഒരു ഫാൻസൊക്കെ ദിൽഷയെ സപ്പോർട്ട് ചെയ്ത് ദിൽഷ അന്ന് വിജയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് സീസൺ 4 വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സീസൺ 5 നമ്മുടെ അഖിൽമാരാണ് സീസൺ 5 വിജയമായിട്ടുണ്ടായിരുന്നത്. ഈ സീസൺ 5 മുതലാണ് ബിഗ് ബോസിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളിക്കൽ എന്നുള്ള തീരുമാനം ബിഗ് ബോസ് ടീമിന്റെ അടുത്തു നിന്നുണ്ടാവുന്നത്. പിന്നീട് നടന്ന സീസൺ 6 വിജയമായി എത്തുന്നത് നമ്മുടെ ജിൻഡോയാണ്. പിന്നീട് നടന്ന സീസൺ 7 വിജയമായിട്ടുണ്ടായിരുന്നത് അനുമോളായിരുന്നു. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതായിരുന്നു നമ്മുടെ അനീഷ് ആയിരിക്കും കപ്പടിക്കുക എന്നുള്ള ഒരുപാട് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ അനീഷാണ് ഒരു സാധാരണക്കാരനായിട്ട് വന്ന് ഈ ഒരു തരംഗം ഉണ്ടാക്കി മാറ്റി. ഇപ്പൊ ഈ ഒരു സീസൺ 8ലേക്ക് കൂടുതൽ സാധാരണക്കാരായ ആളുകൾ ഉൾക്കൊള്ളിക്കാൻ ബിഗ് ബോസ് ടീം ഒരു തീരുമാനം എടുക്കാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു സംഭവമാണ്. അപ്പോൾ ഇനി നടക്കാനുള്ളത് ബിഗ് ബോസ് 8 ആണ്. അപ്പോൾ ബിഗ് ബോസ് 8 ഇപ്പോൾ ഒന്ന് വന്ന പ്രൊമോ അടിസ്ഥാനത്തിൽ കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഈ ഒരു ഷോയുടെ മെയിൻ ആയിട്ടുള്ള ഒരു നിയമങ്ങൾ എന്താ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ, അതായത് പൂർണ്ണമായിട്ടും നമ്മളൊരു ജയിൽ ജീവിതമൊക്കെ നയിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ശരിക്കും ബിഗ് ബോസിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. അതായത് ഫോൺ, ഇന്റർനെറ്റ്, TV, പത്രം ഇങ്ങനത്തെ പുറലോകവുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെടുത്താതെ 100 ദിവസം കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ മാതൃഭാഷയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ മലയാളത്തിലായതുകൊണ്ട് മലയാളം മാത്രമാണ് അവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ. മാതൃഭാഷയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാതൃഭാഷ സംസാരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ അടുത്ത് വരുന്നത് ഓരോ ആഴ്ചയിലും നടക്കുന്ന എലിമിനേഷൻ റൗണ്ടിൽ മത്സരാർത്ഥികൾ തന്നെ ഓരോരുത്തർ നോമിനേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വോട്ടിങ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തർ ഓരോ ആഴ്ചയിലും ആരൊക്കെയാണ് പുറത്തു പോകേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. സീസൺ 8 നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന വലിയ ഷോ ആയി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.